പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന് ദൂരത്തും ചാരത്തും ഒക്കെ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്കായി ഒരു ദൈവവചന ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 51-ാം സങ്കീർത്തനം എൻ്റെ 10-ാമത്തെ വാക്യം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സങ്കീർത്തനക്കാരൻ വലിയ കൊടിയ പാപത്തിൽ വീണു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം നാഥാം പ്രവാചകനെ അയച്ച് തൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിൽ അനുദപിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നാം കേട്ട വചനം എന്ന് പറയുന്നത്. ഇത് കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളുള്ള സകല ജനങ്ങളും ഇങ്ങനെ ഒരു പ്രാർത്ഥന ആമയ്ക്ക് ആഗ്രഹിച്ചാൽ, നിർമ്മലമായൊരു ഹൃദയത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ, നമ്മുടെ രാജ്യം നമ്മുടെ കുടുംബങ്ങൾ എത്ര സമാധാനമായി മാറിയേനെ. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നല്ല നിർമ്മല ഹൃദയമുള്ളവർ വീട്ടിലും ഭവനത്തിലും ദേശത്തും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളുള്ള 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഹൃദയം ദുഷ്ടത കൊണ്ടും അകൃത്യം കൊണ്ടും പാപം കൊണ്ടും നിറയപ്പെട്ട് കർത്താവേ, മനുഷ്യൻ ദൈവത്തിൽ അകന്ന് ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിൽ ജീവിച്ച് നിത്യനായി വിധിയിലേക്ക് നീങ്ങുമ്പോൾ അതിൽ നിന്നും കർത്താവേ ജനത്തിന് വിടുതൽ കൊടുക്കുവാൻ, മാനസാന്തരം കൊടുക്കുവാൻ, കർത്താവേ ജനം തങ്ങളുടെ പാപത്തിൻ്റെ വഴികളെ വിട്ട് മടങ്ങി വന്ന് ദൈവിക ന്യായവിധിയിൽ നിന്ന് അവർ മോചനം പ്രാപിപ്പാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സകല കുടുംബങ്ങളും തകരുമ്പോൾ ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണരും യാചകരും ഓർഫനേജിലും വോൾട്ടേജ് ഹോമിലും ജുവൽ ഹോമിൽ തടവറയിലായിരിക്കുന്ന സകല മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് സത്യത്തിലെ സത്യം കൊണ്ട് നിറയപ്പെടുവാൻ, തങ്ങളുടെ പാപപ്രവൃത്തികളെക്കുറിച്ച് ബോധ്യം വന്നവയെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് ജനം മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. കർത്താവേ, ഒരു ദിവസം ഈ കൂടാരം വിട്ട് പോകേണ്ടി വരും, ഈ ഭൂമി വിട്ട് പോകേണ്ടി വരും. അന്ന് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ആ ദൈവരാജ്യത്തിൻ്റെ അവകാശമായി ഈ ജനത്തെ ചേർക്കണമെങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെ മനുഷ്യൻ ഞങ്ങളുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തുവാൻ, പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് രൂപാന്തരം പ്രാപിക്കേണ്ടതിനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യഹൃദയം ദുഷ്ടത കൊണ്ട് നിറയപ്പെട്ട് പാപത്തിൻ്റെ ആധിക്യത്തിൽ വീണ് സകല ജനങ്ങളും പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് കിടക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽ കർത്താവേ ജനത്തിൻ്റെ വിടുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, സകല മനുഷ്യനും പാപത്തിൻ്റെ അതിൽ കടന്നു പോകുമ്പോൾ ഈ ജനത്തിന് മാനസാന്തരം കൊടുക്കണം, സ്വസ്ഥത കൊടുക്കണമേ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക എത്ര ശുഭവും മനോഹരമെന്ന് ഞങ്ങൾ ദൈവവചനം വായിക്കുന്ന പോലെ അങ്ങനെ ഒരു അനുഭവത്തിനായി കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറകളും ഹല്ലേലൂയ എണ്ണത്തിൽപ്പെടാത്തൊരു അന്യ സംസ്ഥാന തൊഴിലാളികളും അതേ അനുഭവത്തിലേക്ക് മടങ്ങിയെത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലെ 7 കേന്ദ്ര പ്രദേശങ്ങളായ 6 ലക്ഷത്തിലെ ഗ്രാമങ്ങൾക്കകത്ത് 145 കോടി ജനം അവർ കടന്നു പോകുന്ന പാപത്തിൻ്റെ വശീകരണ സ്വഭാവങ്ങൾ വിട്ട് ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നിർമ്മല ഹൃദയമുള്ളവരായി തീരുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവയുടെ ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങൾക്കായി കർത്താവ് 800 കോടി ജനങ്ങൾ ദൈവമാരെന്നറിയാതെ, ദൈവത്തെ കണ്ടുമുട്ടാതെ, ദൈവികമായ പരിപാലനമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, പുറലോകമായി യാതൊരു ബന്ധമില്ലാതെ, മനുഷ്യനുമായി സഹകരണങ്ങളില്ലാതെ പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും അടിമപ്പെട്ട് കിടക്കുന്ന നിരവധി ജീവിതങ്ങളെ ഇന്ന് പകൽ കർത്താവേ ഞങ്ങൾ ഓർക്കുന്നു. അവർക്കെല്ലാവരും മാനസാന്തരം കൊടുക്കണമേ. 7093 ഭാഷയോളം സംസാരിക്കുന്ന ലോകരാജ്യങ്ങളിൽ കർത്താവേ എല്ലാ ഭാഷകളും ദൈവമാരെന്നറിയാൻ കഴിയാതെ ദൈവവചനം എത്താതെ മനുഷ്യൻ തങ്ങളുടെ ഹൃദയത്തിൻ്റെ അകൃത്യങ്ങളിലൂടെ, മദ്യപാനത്തിലൂടെ, വെറുക്കൂത്തിലൂടെ, പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ രക്തം ചൊരിഞ്ഞ് ജീവിക്കുന്ന അനവധി ആളുകൾ
ആമേൻ. അനവധി നരഭോജികൾ, നരഭോജികളെ ദൈവസ്നേഹികളാക്കിയ, മനുഷ്യസ്നേഹികളാക്കിയ മാറ്റിയ ദൈവത്തിൻ്റെ വചനം കർത്താവേ സകല മേഖലയിൽ എത്തുവാൻ, സകല ജനങ്ങളും തങ്ങളുടെ പാപങ്ങൾ വിട്ട് മടങ്ങി വരുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, മനുഷ്യൻ ഈ ഭൂമിയിൽ ആമീൻ സ്വാർത്ഥരും അല്ലൊരിയാം, ആമീൻ സ്വയം പ്രശംസക്കാരും ആത്മപകച്ചക്കാരും ആമീൻ സ്വയത്തിൽ ജീവിക്കുന്നവരൊക്കെയായി മാറുമ്പോൾ അതിൽ നിന്നൊക്കെയും വലിയൊരു വിടുതലായിടയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് വലിയ പ്രവൃത്തി അയക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന അക്രമങ്ങൾ, അരാജകത്വങ്ങൾ, ആമി പീഡകൾ, കർത്താവെ അതെല്ലാം ഒന്ന് മാറിപ്പോകുവാൻ, സകല കുടുംബങ്ങളെയും തകർക്കുന്ന ഈ മദ്യപാനവും മയക്കുമരുന്നും ആമീൻ കർത്താവെ, അതുപോലെ ലഹരി സാധനങ്ങൾ, കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും ആമീൻ കർത്താവെ, ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ വിവിധ ഗുളികകൾ ആമീൻ കർത്താവെ, MDMA തുടങ്ങിയുള്ള സിന്തറ്റിക് അടക്കമുള്ള അനവധി മാരകമായ വിഷങ്ങൾ ആമീൻ കേരളത്തിൻ്റെ ആമീൻ കർത്താവ് വിവിധ ജില്ലകളിൽ സുലഭമായി വിറ്റഴിക്കുന്നു. അത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ട് കൊടുത്ത് ആമി കോടികൾ കൊയ്യുന്ന കർത്താവെ, നരാധന്മാരെയൊക്കെ ദൈവം സന്ദർശിക്കണമേ. ഈ മദ്യമ ലോബികളെയും മയക്കുമരുന്ന് ലോബികളെയും ഹല്ലേലൂയ കർത്താവെ, ലഹരി വിൽക്കുന്ന ഈ ബാർ ഉടമകളെ, കർത്താവെ ബീവറേജ് ഉടമകളെ, കള്ളുഷാപ്പ് ഉടമകളെയൊക്കെ ദൈവം സന്ദർശിക്കുവാൻ, അവർ മുഖാന്തരം ആയിരക്കണക്കിന് കുടുംബങ്ങൾ നഷ്ടപ്പെട്ട് കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. ജനം തങ്ങളുടെ പാപങ്ങളെ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ, സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരുവാൻ, യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിപ്പാൻ, ആത്മരക്ഷ പ്രാപിപ്പാൻ ഈ ജനത്തിൻ്റെ കണ്ണുകളെ ദൈവം തുറക്കേണ്ടതിനായി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, മനുഷ്യ ഹൃദയങ്ങൾ മുഴുവൻ ദുഷ്ടത കൊണ്ട് നിറയപ്പെട്ട് ആമി പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് കിടക്കുമ്പോൾ ഇന്ന് പകൽ അങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെയും വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഴിമതിയും കരിഞ്ചന്തയും പുകഴ്ത്തിവെപ്പും പിടിച്ചുപറിയും മോഷണവും ആമീൻ കൊള്ളയും കൊള്ളിവെപ്പും കർത്താവെ, ഗുണ്ടാസങ്ങളും കൊട്ടേഷങ്ങളും ആമീൻ കർത്താവെ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും സാമൂഹ്യ വിരുദ്ധരും സദാചാര വിരുദ്ധരും ഒക്കെയുമായി സകല മേഖലയും അതമ്പതിച്ച് കിടക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെ മൃഗങ്ങളെ വേട്ടയാടി കൊല്ലുന്നത് പോലെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ജനങ്ങളെ വേട്ടയാടിക്കൊന്ന് അധികാരത്തിന് വേണ്ടി മല്ലുപിടിക്കുന്ന ഞങ്ങളുടെ മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാം ഒരു മനസ്സാന്തരം കൊടുക്കണമേ. മനുഷ്യൻ മുഴുവൻ കർത്താവെ ദുഷ്ടഹൃദയമുള്ളവരായി ഈ ജനം വസിക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ വശീകരണ ശക്തിയിൽ വീണ് കിടക്കുന്ന സകല ജനങ്ങളും വിടിവിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരുവാൻ, ഹല്ലേലൂയ വീണ്ടും ജന്മം പ്രാപിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതം തകർന്ന് ഛിന്ന ഭിന്നമായി, ഭാര്യഭർത്തൃ ബന്ധങ്ങൾ തകർന്ന് കേരളത്തിലെ 30ഓളം കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് കേസുകൾ കർത്താവെ കെട്ടിക്കിടക്കുമ്പോൾ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കുന്നത് ദൈവകൽപ്പനയുണ്ടായിട്ടും നിസാര കാരണങ്ങൾക്ക് വേണ്ടി കുടുംബജീവിതം തകർന്ന് ആമീൻ കർത്താവെ എല്ലാവരും ഡിവോഴ്സിനായി കിടക്കുന്ന കേസുകൾ, കർത്താവെ അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ഒരു വിരാമം വിട്ട് അവിടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ, യൗവനത്തിലെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റ് സ്ത്രീയെ ആമെ ജീവിത പങ്കാളിയാക്കുമ്പോൾ അത് വ്യഭിചാരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ തലമുറകളെ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാതാപിതാക്കളുടെ വഴിവിട്ട ജീവിതവും മാതാപിതാക്കളുടെ കർത്താവെ മാതൃകയില്ലാത്ത ജീവിതവും അനേക തലമുറകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വത്തെ കർത്താവെ ജനങ്ങളിൽ വെളിപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകമതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആമേ മനുഷ്യൻ കർത്താവെ ദൈവസ്നേഹമില്ലാതെ കർത്താവിൻ്റെ വരങ്ങൾ തള്ളപ്പെട്ടു പോകാതെ കർത്താവെ ജനം ഭൂമിയിൽ വെച്ച് തന്നെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൻ്റെ ഭാഗമായി അവർ നിത്യജീവനെ പ്രാപിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ അവർ നിത്യതയിൽ ചേർക്കപ്പെടുവാൻ, കർത്താവെ ദൈവരാജ്യത്ത് ചേർക്കപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവെ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലം ഇനി അധികമില്ല, നാളുകൾ ആമേ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം കർത്താവെ ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ എവിടെയും സമാധാനമില്ല, സ്വസ്ഥതയില്ല. എല്ലാ ഹൃദയങ്ങളും അകൃത്യം കൊണ്ട് നിറയപ്പെട്ട് ആമേ പിടിച്ചുപറിയും മോഷണവും കർത്താവെ കരിഞ്ചന്തയും അതുപോലെ അഴിമതിയും കൈക്കൂലിയും തുടങ്ങിയ നിരവധി കാര്യങ്ങളാൽ മനുഷ്യൻ ആമേ സ്വയം പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ അങ്ങനെയുള്ള അനുഭവത്തിലൊക്കെയും ജനം മടങ്ങി വരുവാൻ
യേശു കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. വിവാഹപ്രായത്തിൽ അനേക സഹോദരന്മാർ വിവാഹം നടക്കാതെ വളരെ ഭാരപ്പെട്ട ഭവനങ്ങൾക്കകത്ത് കഴിയുമ്പോൾ കർത്താവെ അവർക്കെല്ലാം ജീവിതത്തെ തക്കതായി തുണை കൊടുക്കണമേ. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ലെന്ന് കണ്ട് ആദമിന് തക്ക തുണേ കൊടുത്ത ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം തക്കതായി തുണை കൊടുക്കണമേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, തലമുറകളെ ദൈവം കൊടുക്കണമേ. അത് മുഖാന്തരം എത്രയോ കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി മാറുന്നത്. അനവധി കുടുംബങ്ങൾക്കകത്ത് അമ്മായിയമ്മ മരുമ്പോൾ പോര് കർത്താവെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് എത്രയെത്ര ആത്മഹത്യകൾ ഈ നാളുകളിൽ കർത്താവെ. കുഞ്ഞുങ്ങളൊക്കെ വിവിധമായ വിഷയങ്ങൾക്ക് കർത്താവെ കാരണം കൂടാതെ ആത്മഹത്യ ചെയ്യുന്ന നാളുകൾ. ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആത്മഹത്യ കൊണ്ട് യാതൊരു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ഈ കർത്താവെ ജനം തിരിച്ചറിവുകൊണ്ട് ജനമാനസാന്തരപ്പെട്ടല്ലും മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം നിത്യമായ നരകത്തിൽ കെടാത്തതയും ചാകാത്ത പുഴുവുമുള്ള അന്ധതയിലേക്ക് കടന്നു പോവുകയാണ് ജനം തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവെ യുവതി യുവാക്കന്മാരുടെ ഇവിടെ കർത്താവെ സകല മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ മനുഷ്യൻ തങ്ങളുടെ പാപങ്ങൾ വിട്ട് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണോടും പണിയെടുത്ത് ആമേൻ തടിയോടും എല്ലെടുത്ത് ഹല്ലേലൂയ കിട്ടുന്ന അധ്വാനിക്കുന്ന പണം മുഴുവൻ നശിപ്പിച്ച് കളയുന്നവർ, ആമേൻ കർത്താവെ ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, അവർ ജീവനെ പോലും പണയം വെച്ച് കർത്താവെ ഉണ്ടാക്കുന്ന പണങ്ങൾ മുഴുവൻ അതും കർത്താവെ മദ്യലോപികൾ പിടിച്ചു വാങ്ങുമ്പോൾ ഹല്ലേലൂയ. 2 വീലിനും 3 വീലിനും 4 വീലിനും ഹെവി വാഹനം ഓടിക്കുന്നവരൊക്കെയും ഹല്ലേലൂയ അവർ അധ്വാനിക്കുന്നവരെ ചോര വിയർപ്പാക്കുന്ന പണങ്ങളൊക്കെയും തട്ടിയെടുക്കുന്ന കരാളന്മാർ, കിരാതന്മാരെ എല്ലാ നരഭോജികളെയും ദൈവം സന്ദർശിക്കണമേ. അവർക്കെല്ലാം മനസ്സാന്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, കുടുംബങ്ങൾക്കകത്ത് സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ലെന്ന്. ഈ നാളുകൾ കർത്താവെ സകല ജനങ്ങളും സമാധാനത്തിലേക്ക് വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയ അനവധി സഹോദരന്മാർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. കാരണം എല്ലാവരും ജോലി കിട്ടാതെ അവരായിരിക്കുന്ന രാജ്യത്തിൻ്റെ പാസ് കിട്ടാതെ അല്ലെങ്കിൽ പെർമിഷൻ കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിസയുടെ കാലാവധി കുറഞ്ഞവർക്ക് പുതുക്കി കെട്ടുവാനും ആമേ പാസ്പോർട്ടിൻ്റെ കാലാവധി കുറഞ്ഞ് അതും പുതുക്കി കെട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ജോലിക്കായി ഗ്രഹിക്കുന്നവർക്ക് ദൈവമേ അവർക്ക് നല്ല ജോലി കൊടുത്ത് മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഷ്ടം സഹിക്കുന്നവർ അവർക്കൊക്കെ ഈ കർത്താവ് ആശ്വാസം കൊടുക്കണമേ. ദേശരാജ്യത്ത് ജോലിക്ക് കടന്നു പോയ അനേക സഹോദരിമാർ നാട്ടിലേക്ക് വരുവാൻ കഴിയാതെ അവരുടെ പാസ്പോർട്ടൊക്കെയും ആമേ സ്പോൺസർ തടഞ്ഞു വെച്ച് കർത്താവ് വലിയ പീഡനത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവിടെ നിന്നൊരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ അനവധി മാതാപിതാക്കളെ സ്വന്തം മക്കൾക്ക് വേണ്ടാതെ മക്കളെ വളർത്തി തീറ്റി പോറ്റി വളർത്തി അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉന്നതമായ നിലയിൽ മക്കളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ തള്ളിക്കറിഞ്ഞവരെ വഴിയോരത്തും അമ്പലപ്പറമ്പിലും പൂരപ്പറമ്പിലും കർത്താവെ പെരുന്നാൾ സ്ഥലത്തും വഴിയോരങ്ങളും കർത്താവെ ഒക്കെ കൊണ്ട് തള്ളിക്കളയുന്ന അനവധി മക്കളും മരുമക്കളും ഹല്ലേലൂയ. അവർക്കൊക്കെ ഒരു മനസ്സാന്തരം കൊടുക്കണം. അവരുടെ ദുഷ്ടഹൃദയം മാറിപ്പോകട്ടെ. ഓർഫണേജിലായിരിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാതാപിതാക്കൾക്ക് വേണ്ടാതെ ആമേ കുഞ്ഞുങ്ങളെ വഴിയോരത്ത് ആമേ കർത്താവെ മുനിസിപ്പാലിറ്റി ചെവറിനകത്തും ആമേ കർത്താവെ അത് ഹോസ്പിറ്റലിലേക്ക് ഉപേക്ഷിച്ച് നിരവധി മാതാപിതാക്കൾ അവരുടെ ദുഷ്ടഹൃദയത്തെ ദൈവം സന്ദർശിക്കണമേ. ഓർഫണേജിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി അല്ലെങ്കിൽ ഓൾട്ടേജിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭ്രൂണഹത്യ ഫലിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആമേ കർത്താവെ ഞങ്ങളുടെ ആമേ സഹോദരിമാർ ആമേ ഞങ്ങളുടെ കൗമാരക്കാരെ കുട്ടികൾ ആമേ വശീകരണത്തിനൊക്കെ തകപ്പെട്ട ഹല്ലേലൂയ. അവർ പാപത്താൽ വീണ് കർത്താവെ അവർ ജീവിതത്തിൽ അവർ ചതിക്കപ്പെടുമ്പോൾ അവരുടെ ഉദരങ്ങളിൽ കർത്താവെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ശിശുക്കൾ ജന്മം കൊള്ളുമ്പോൾ അത് കർത്താവെ ആ നാണം കേട് മറയ്ക്കാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കർത്താവെ അല്ലെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കർത്താവെ അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ കുഞ്ഞുങ്ങൾ കർത്താവെ വശീകരണത്തിനകത്ത് അമ്മയെ വിട്ടുപോകാതെ ദൈവമോട് സൂക്ഷിക്കാനായി പ്രാർത്ഥിക്കുന്നു. ഭ്രൂണഹത്യ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അധികാമ്യൻ ഡോക്ടേഴ്സ് നഴ്സുമാർ അതിൻ്റെ ഭരണ ചുമതലയുള്ളവർക്കൊക്കെ മനസ്സാന്തരം കൊടുക്കണമേ. അവർ ചെയ്യുന്ന ഹീനവും നീചമായ പ്രവൃത്തി അവർ ചെയ്ത ഓരോന്നിനും കണക്ക് തീർക്കേണ്ട നാളുണ്ട്. അവർ കണക്ക് പറയേണ്ട നാളുണ്ട്. അവർക്ക് നീതീകരിക്കുവാൻ ഒരിക്കലും കഴിയില്ലെന്ന് തിരിച്ചറിയുവാൻ മനസ്സാന്തരം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ ഭരണം ഹല്ലേലൂയ. രാജ്യരാഷ്ട്ര തലവന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണമേധാവികൾ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ രാജ്യങ്ങൾ ഭരിക്കുന്നവരെ രാജാക്കന്മാരും രാജ്ഞിമാരും
പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയെ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭരണാധിപന്മാർക്ക് ഒരു മാനസാന്തരം കൊടുക്കണമേ. അവിടെ കർത്താവേ ദുഷ്ടഹൃദയങ്ങൾ മാറി അവർ കർത്താവേ നല്ല ഹൃദയം കൊടുക്കണ്ടായി പുതിയ ഹൃദയം അവരുടെ ഉള്ളിൽ സൃഷ്ടിപ്പാൻ പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളെ കാവൽ ചെയ്യുന്ന, അതിർത്തികൾ കാവൽ ചെയ്യുന്ന സൈന്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ രാവും പകലുമില്ലാതെ രാജ്യത്തിന് വേണ്ടി കർത്താവെ സേവനം ചെയ്ത് പലരും വീരവൃത്തി വരിച്ച് അങ്ങനെ കർത്താവെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരിമാർ അവിടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിവിധ ആക്സിഡൻറ്റിൽപ്പെട്ട സഹോദരന്മാർ, നഷ്ടപ്പെട്ട സഹോദരിമാർ, കർത്താവെ സഹോദരിമാർ, കുഞ്ഞുങ്ങളുമായി ഒറ്റപ്പെട്ടു പോയവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, വിവിധ തലങ്ങളിൽ കഷ്ടം സഹിക്കുമ്പോൾ കർത്താവെ എനിക്ക് മോചനം കൊടുക്കണമേ. ഇന്നും കർത്താവെ മനുഷ്യൻ രാപകലില്ലാതെ പണിയെടുത്തിട്ടും അനവധി കുടുംബങ്ങൾ കണ്ണതിലൂടെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഇന്നും കഷ്ടം അനുഭവിക്കുന്ന അനവധി ആളുകൾ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭവനമില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ, കർത്താവെ അവർക്ക് ഭവനം കൊടുക്കുമാറാകണമേ. സ്ഥലമില്ലാത്തവരുടെ സ്ഥലം കൊടുക്കണമായി. കടക്കടിയാൽ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതിനൊരു ആശ്വാസം കൊടുക്കണമേ. കടമുഖാന്തരം, ഹല്ലേലൂയ, കടമുഖാന്തരം ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനവധി ആളുകളെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ കടക്കണിയിൽ വിടിവിക്കണമേ, ജപ്തി നടപടിയിൽ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴിയോര കച്ചവടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവ സമാധാനം സന്തോഷവും അവിടെ അധ്വാനത്തിനൊത്ത ഫലം കാണുവാട്ടയാകണമേ. പലപ്പോഴും കർത്താവ് ബിസിനസ്സുകൾ, പങ്കുവച്ചവടങ്ങൾ പരസ്പരം വഞ്ചിക്കപ്പെട്ട് ചതിവിലകപ്പെട്ട എത്രയോ ആളുകൾ നിരാശയിലൂടെ കടന്നു പോകുന്നു. അത് മുഖാന്തരം എത്ര മരണങ്ങളാണ്. ആസ്വദിക്കൽ ഒരു മാനസാന്തരം കൊടുക്കണമേ. പരസ്പരം വഞ്ചനയും ചതിവും ചെയ്യുന്ന ദുഷ്ടഹൃദയമുള്ളവരെയൊക്കെ ദൈവം സന്ദർശിക്കണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് മനസ്സാന്തരം കൊടുക്കണം. മാതാപിതാക്കളെ ചതിക്കുന്ന മക്കൾ, ഭാര്യയെ ചതിക്കുന്ന പുരുഷന്മാർ, പുരുഷനെ ചതിയ ഭാര്യമാർ, ഇങ്ങനെ വിവിധ തലങ്ങളിൽ മനുഷ്യൻ്റെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറയുമ്പോൾ അതിനകത്തൊരു മാനസാന്തരം കൊടുക്കണമായി. ഈ ജനം മടങ്ങി വരുവാൻ, തെറ്റുകൾ തിരുത്തുവാൻ കർത്താവെ ജനത്തിന് ഹല്ലേലൂയ ഒരു മാനസാന്തര അനുഭവം കൊടുക്കണമായി. ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. കർത്താവെ പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖലയായിരിക്കുന്ന കർത്താവെ ആരോഗ്യമേഖല, ഡോക്ടേഴ്സ്, നഴ്സുമാരടക്കം അതോടെ ജോലി ചെയ്യുന്ന, രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ന്യായമായ വേതനം അവർക്ക് കിട്ടണ ദേശത്തും വിദേശത്തുമായിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്നവർ, ഞങ്ങളുടെ ക്രമസമാധാന പാലനയൊക്കെ നിൽക്കുന്ന പോലീസിനായി, പോലീസ് സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ക്രൈംബ്രാഞ്ച്, CB, ഇന്റർപോൾ, റോ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എക്സൈസ്, ഫോറസ്റ്റ്, കർത്താവെ ഫയർലെസ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജുഡീഷ്യറി വിവിധ ഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലുള്ളവർക്ക് കർത്താവെ സമാധാനം കൊടുക്കണമേ, നല്ല ഹൃദയം കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ ആരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ ജനം മടങ്ങി വന്ന് ഹല്ലേലൂയ മാനസാന്തരപ്പെടുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഭൂമിയിലെ ജീവിതം, ഹല്ലേലൂയ, മരണത്തിന് ശേഷം കർത്താവെ ഒരു ന്യായവിധി, ഇതെല്ലാം മനുഷ്യൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവേ ജനം പാപത്തിൻ്റെ പരീക്ഷണ ഫലത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനിൽ കിടക്കുന്നെന്ന് യോഹന്നാന്റെ ലേഖനം 5:19 വായിക്കുന്നത് പോലെ കർത്താവെ ദുഷ്ടൻ്റെ കയ്യിലകപ്പെട്ട് കിടക്കുന്ന ജനങ്ങളെ വിടുവിക്കണമേ. സാത്താനി ആരാധന പെരുകി, സാത്താനി കൂട്ടങ്ങൾ പെരുകി, സാത്താനി സഭകളും ഓൺലൈനിലൂടെയൊക്കെയും സാത്താൻ പല വിധത്തിലും മനുഷ്യരെ ചതിക്കുമ്പോൾ വഞ്ചനയിലകപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ ചതിയിൽ നിന്ന് വിടുവിക്കുക, സാത്താൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ചതിയും വഞ്ചനയും കർത്താവ്, അക്രമവും കൊലപാതകങ്ങളും പെരുകുന്നു. പിടിച്ചുപറി മോഷണം പെരുകുന്നു. ഗുണ്ടാസംഘങ്ങൾ, കൊട്ടേഷങ്ങൾ, ഹല്ലേലൂയ, അവരെയൊക്കെ ദൈവം സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ ജനം മടങ്ങി വരട്ടെ. കർത്താവെ ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. അഴിമതിയെല്ലാം മാറട്ടെ. മനുഷ്യൻ്റെ ഉള്ളിൽ കർത്താവെ ദൈവിക സമാധാനം ഉണ്ടാകുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവയുടെ മത, സാമൂഹ്യ, സാംസ്കാരിക, അലത്ര, മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ ഹല്ലേലൂയ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. സാമൂഹിക രംഗത്തായിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർത്തതാണെങ്കിലും അവരെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമേ. പാപത്തിൻ്റെ വശീകരണം വിട്ട് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ലോക സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ സ്വസ്ഥത കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. കാലവർഷം വരുമ്പോൾ കർത്താവെ കടലോരത്തും കർത്താവെ കായലോരത്തും നദിയുടെയും പുഴകളുടെയും ആറുകളുടെയും കുളങ്ങളുടെയും പാടങ്ങളുടെയും കനാലുകളുടെയും
ആമേൻ തോടിൻ്റെ കുളങ്ങളുടെ അരുവികളിലൊക്കെ തീരങ്ങളിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും മാതാപിതാക്കൾ അശ്രദ്ധ മുഖാന്തരം അവരുടെ മൊബൈലിൽ ശ്രദ്ധ മുഖം അനേക കുഞ്ഞുങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളക്കെട്ടി വീണ് മരണമടഞ്ഞ അനേക സംഭവങ്ങൾ അവർക്കൊക്കെ ഒരു കർത്താവേ ഈ വർഷം ഈ ജനത്തിന് പരിജ്ഞാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഞങ്ങളുടെ സ്കൂൾ കുട്ടികളുമായി പോകുന്ന ഡ്രൈവർമാർ, സ്കൂൾ വണ്ടികൾ ഇത് ബൈക്കിൽ പോകുന്നവരും സൈക്കിളിൽ പോകുന്നവരും ഫോർ വീലർ സ്കൂൾ ബസ്സൊക്കെ ഓടിക്കുന്നത് പലപ്പോഴും ലഹരിക്ക് അടിമകളായ അപകടങ്ങൾ സൃഷ്ടിച്ച അനവധി കുഞ്ഞുങ്ങൾ മരണമടയുന്ന അനവധി സംഭവങ്ങൾ കാണുമ്പോൾ ആ സ്ഥിതിക്കൊരു മനസ്സാന്തരം കൊടുക്കണമേ. മദ്യമടിച്ച് കർത്താവ് ലഹരിയടിച്ച് വാഹനം ഓടിച്ച് അനവധി ആളുകളുടെ ജീവനെ തകർക്കുന്ന അല്ലേറിയ അനുഭവങ്ങൾ മനസ്സിലാക്കി അല്ലേറിയ ജനം മടങ്ങി വരാനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ചതിവും വഞ്ചനയും എല്ലാം മാറിപ്പോകട്ടെ. കുടുംബത്തിനകത്ത് സമാധാനം കൊടുക്കണമേ, കുടുംബത്തിനകത്ത് സ്വസ്ഥത കൊടുക്കണമേ, ജോലി സ്ഥലത്ത് സ്വസ്ഥത കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജോലി രംഗത്ത് കർത്താവേ ആയിരിക്കുന്ന പലപ്പോഴും ആക്ഷേപിക്കപ്പെടുന്നു. ജാതിയുടെ പേരും നിറത്തിൻ്റെ പേരും വിദ്യാഭ്യാസത്തിൻ്റെ പേരും സാമ്പത്തിൻ്റെ പേരും ഒക്കെ പരാജിതരായി ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് കർത്താവെ വളരെ വേദനയുടെ കടന്നു പോകുന്നവരൊക്കെയുണ്ട്. അതിൻ്റെ നടിയിലൊക്കെ ഒരു വിടുതലിനായി അടിയൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ. മനുഷ്യനെ സ്നേഹിപ്പാൻ യേശു സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിപ്പാൻ ഹല്ലേലൂയ ഈ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. പണത്തിൻ്റെ അഹങ്കാരവും മനുഷ്യരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാതെ അഹങ്കാരികളായി ജീവിക്കുന്ന അനവധി ദുഷ്ടഹൃദയമുള്ളവർ ഹല്ലേലൂയ സാധാരണക്കാരനെ തിരിച്ചറിയാൻ കഴിയാത്ത അനവധി ആളുകൾ അവരെയൊക്കെയും കർത്താവേ പുച്ഛമായി തള്ളുന്ന അനവധി കോടീശ്വരന്മാരടക്കം അവർക്കൊക്കെ ഒരു മാനസാന്തരം കൊടുക്കണമേ. എത്ര കോടീശ്വരനായിരുന്നാലും അവൻ മരിച്ചാൽ ഹല്ലേലൂയ 6 അടി മണ്ണ് മാത്രമാണ് അവർ കിട്ടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ മടങ്ങി വരുവാൻ മാനസാന്തരപ്പെടുവാൻ നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളുണ്ട്, നൊമ്പരപ്പെടുന്നവരുണ്ട്. കർത്താവ് അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഭാരപ്പെടുന്ന അനവധി ആളുകൾ ഹല്ലേലൂയ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്നവർ അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രഷറും ഷുഗറും കൊളസ്ട്രോണാൽ ഭാരപ്പെടുന്നവർ അവർക്ക് സൗഖ്യം കൊടുക്കണമേ. തലവേദന, ട്യൂമറും കണ്ടുവേദന, ചെവിവേദന, ടോൺസ്, തൈറോയ്ഡ് ചെവിയുടെയും തലയുടെയും പെടലൊക്കെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശവട, ഹാർട്ട്, ലിവർ, ലെൻസ് സംബന്ധമായ രോഗങ്ങൾ ഹല്ലേലൂയ ഉദരസംബന്ധമായ യൂട്രസ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എല്ലാ വെരിക്കോസും മുട്ടിൻ്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ചതവും വേദനകളും ഉളുക്കും തൂക്ക് രോഗങ്ങളും എല്ലാ അമവാദങ്ങളും അടക്കം എല്ലാം മാറിപ്പോകാൻ പ്രാർത്ഥിക്കുകയാണ്. ശിരസ്സുട്ട് ഉള്ളങ്കാല് വരെ എല്ലാ നാഡീനരമ്പ് ജോയിന്റുകളിലും എല്ലാ പേശികളിലും കർത്താവെ വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. ആയുസ്സിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ. കിടക്കയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സർജറി കഴിഞ്ഞ് കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സർജറിക്കായി ഇപ്പോൾ വിധേയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിടുതൽ കൊടുക്കണമേ. ഐസിയിൽ മെന്റലിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവർ ക്യാൻസർ മാരകമായ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപം പെരുകുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് വേദനയും ദുഷ്ടതയും പെരുകി ഹല്ലേലൂയ അത് മുഖാന്തരം മാരകമായ രോഗത്തിനടിമയായി മാറുമ്പോൾ ഇനിയെങ്കിലും കർത്താവേ ജനം മടങ്ങി വരേണ്ടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ജനത്തിൻ്റെ അകൃത്യങ്ങൾ വിട്ട് മടങ്ങി വരട്ടെ. സംഗീതക്കാരൻ പറഞ്ഞ പോലെ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേ എന്ന് വായിച്ചതുപോലെ ദാവീദ് ചെയ്ത കൊടിയ പാപത്തിൽ ദാവീദ് ചെയ്തതുപോലെ അക്രമങ്ങൾ കർത്താവെ അനവധി കുടുംബങ്ങൾ ഇന്നും വീണ് കിടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ കർത്താവ് ഹൃദയങ്ങൾ നിർമ്മലമായി തീരുവാൻ, ദൈവത്തോടടുത്ത് വസിക്കുന്ന പാപമില്ലാത്ത ഹൃദയങ്ങളായി തീരുവാൻ സകല ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യം 100 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഒരു വിടുതലയക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ. സകല മേഖലയിലും സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ കണ്ണുനീർ കാണുന്ന ദൈവമേ, ഈ ജനത്തിന് ആശ്വാസം കൊടുക്കുവാൻ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടണമേ. ഇന്ന് പകൽ കർത്താവേ ജനത്തെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറി കരം വെളിപ്പെടണം. സകല മഹത്വം എടുക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.